നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു പിന്നാലെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഇന്നലെ പാർലമെന്റ് പിരിച്ചുവിട്ടു. ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായാണിത്. ഹസീന വീട്ടുതടങ്കലിലാക്കിയ രാഷ്ട്രീയ ശത്രുവും പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായ ബീഗം ഖാലിദ സിയെയും നിരവധി പ്രതിപക്ഷ നേതാക്കളെയും മോചിപ്പിച്ചു. 2016 തൂക്കിക്കൊന്ന ജമാഅത്ത് ഇസ്ലാമി നേതാവ് മിർ ഖാസിം അലിയുടെ പുത്രനും അഭിഭാഷകനും പ്രമുഖ BNP നേതാവുമായ അഹമ്മദ് ബിൻ ഖാസിമിനെ മോചിപ്പിച്ചു. ഇന്നലെ 3 മണിക്ക് മുമ്പ് പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കണമെന്ന് അന്ത്യശാസനം നൽകിയ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിനെ നയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യ ഉപദേശകൻ എന്ന നിലയിൽ സർക്കാരിനെ നയിക്കാമെന്ന് യൂനുസ് വിദ്യാർത്ഥികളെ സമ്മതം അറിയിച്ചു. അദ്ദേഹം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പാരീസിലാണ്. സൈന്യം നേതൃത്വമോ പിന്തുണയോ നൽകുന്ന സർക്കാരിനെ അംഗീകരിക്കില്ലെന്നും തങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ സർക്കാർ രൂപീകരിക്കണമെന്നും വിദ്യാർത്ഥി നേതാക്കളായ നഹിദ് ഇസ്ലാം, അസിഫ് മുഹമ്മദ്, അബൂബക്കർ മസൂംദാർ എന്നിവർ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. സൈനിക മേധാവി ജനറൽ വാഖർ ഉസ് സമാൻ വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തി. ഭരണ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെന്നും ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിനെ തകർത്ത് പാക് ചൈനീസ് അനുകൂല BNP അധികാരത്തിലെത്താൻ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒത്താശയോടെ ലണ്ടനിലും സൗദി അറേബ്യയിലും ഗൂഢാലോചന നടന്നതായി റിപ്പോർട്ട്. സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ ആളിക്കത്തിച്ചതിന് പിന്നിൽ ഈ ഗൂഢാലോചനയാണത്രേ. ജമാഅത്ത് ഇസ്ലാമിയുടെ മാസങ്ങൾ നീണ്ട ആസൂത്രണവും ഇതിലുണ്ട്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ഏജൻസികളാണ് പ്രക്ഷോഭം നടത്താൻ പണം നൽകിയത്. ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നേതാക്കളും ഖാലിദയുടെ പുത്രൻ താരിഖ് റഹ്മാനും ISI ഉദ്യോഗസ്ഥരും സൗദിയിൽ ചർച്ച നടത്തിയെന്നാണ് ബംഗ്ലാദേശ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ബംഗ്ലാദേശ് വിരുദ്ധ X അക്കൗണ്ടുകളിലൂടെ ഹസീനയ്ക്കെതിരെ 500-ലേറെ പോസ്റ്റുകളാണ് പ്രചരിച്ചത്. നിരവധി അക്കൗണ്ടുകൾ പാകിസ്ഥാനിൽ നിന്നായിരുന്നു. ISI വഴി ചൈനയും കരുക്കൾ നീക്കി. സംവരണത്തിനെതിരായ പ്രതിഷേധം 300 പേർ കൊല്ലപ്പെട്ട കലാപമായി വളർത്തി. ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഛാത്ര ശിബിർ പ്രക്ഷോഭം ആളിക്കത്തിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കുകയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം. ഹസീനയ്ക്കെതിരായി പ്രചരിച്ച വീഡിയോകളിൽ ബഹുഭൂരിപക്ഷവും ഖാലിദയുടെ BNP അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതാണ്. അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള അക്കൗണ്ടുകളിലൂടെയാണ് ഇതിന് സാങ്കേതിക മികവ് നൽകിയത്. ഹസീന സുരക്ഷിത കേന്ദ്രത്തിൽ ബ്രിട്ടന്റെ അനുമതി വൈകുന്നതിനാൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരും. അതേസമയം ഹസീനയെ കൊണ്ടുവന്ന ബംഗ്ലാദേശ് വിമാനം ഇന്നലെ രാവിലെ മടങ്ങിപ്പോയി. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തിയത് റാഫേൽ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ്. അതേസമയം രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഉന്നത തലങ്ങളിൽ വൻ അഴിച്ചുപണി നടത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.